ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കമ്മല് പണയം വെച്ച് മാല പണയം വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത്. ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ജീവന് തന്നെ അപകടമായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്താൽ ഇവർക്ക് ആര് പൈസ കൊടുക്കും? ഈ അനന്തു ഇനി ഇറങ്ങത്തില്ല, ഈ പൈസ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളാണ് ഞങ്ങളെ പൈസ വാങ്ങിച്ചത്, നിങ്ങൾ എനിക്ക് ഇപ്പൊ തരണം. ഞങ്ങൾ നിസ്സഹായവരാണ്. ഞങ്ങളെ രക്ഷിക്കാനുള്ള നടപടി മീഡിയക്കാരുടെ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര ദിവസം ആഹാരം കഴിച്ചിട്ട് കരഞ്ഞെറിഞ്ഞ് തൊണ്ടയെല്ലാം പൊട്ടി. നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ടോ. വേറെ ആൾ പറയണ ചെക്ക് എഴുതി താ. ഞാൻ ബ്ലാങ്ക് ചെക്ക് എങ്ങനെ എഴുതി തരും? ഞാൻ പൈസ ഇല്ല. നിങ്ങൾ അത് സൈൻ ചെയ്യുന്നതോ? നമ്മൾ സൈൻ പലതും ചെയ്യും, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ആധാരം വേണ്ട, പക്ഷെ പൈസ കിട്ടിയാൽ മതി. നാഷണൽ NGO കോൺഫറൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, സന്നദ്ധ സംഘടനകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പോൾ 10-18 സംഘടനകൾ അങ്ങനെ പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. 3-ാം ഘട്ടം കൊടുത്തത് ഞങ്ങൾ 7 സംഘടനകളാണ്. അത് ഒരു 6 മാസം കൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്കായിരിക്കുന്നത്. അതുവരെയും അനന്തകൃഷ്ണൻ പറഞ്ഞ പ്രോജക്റ്റുകളിലുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തർക്കും നിരവധി തവണ കിട്ടിയതാണ്. ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്, പിന്നെ വാട്ടർ പ്യൂരിഫയർ, ഗൃഹോപകരണങ്ങൾ, അങ്ങനെയെല്ലാം പല പദ്ധതി, ജൈവവളം. കൃഷിമന്ത്രി വരെ വന്ന് ഉദ്ഘാടനം ചെയ്താണ് ജൈവവളം ത്തിന്റെ ഉദ്ഘാടനത്തിന് കൃഷിമന്ത്രിയാണ് വന്നിരുന്നത്. അങ്ങനെ ഓരോരോ പരിപാടികൾക്കും വലിയ വലിയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും, സന്നദ്ധ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങൾ ഇതിന്റെ ഭാഗമായത്. അപ്പോൾ ഇപ്പോൾ ജഡ്ജിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന കമ്മീഷണർമാര് അവരൊക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പൊ ഞങ്ങൾ സായിഗ്രാമിനെ ഞങ്ങൾ അടിയറച്ച് വിശ്വസിച്ചു. സായിഗ്രാമിലെ ആയുഷ്കാല ചെയർമാനാണ് ആനന്ദകുമാർ സാറ്, നാഷണൽ NGO കോൺഫറൻസിന്റെ ആയുഷ്കാല ചെയർമാൻ. ആ ചെയർമാന് ഇങ്ങനെ അനന്തകൃഷ്ണൻ കള്ളനാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളടുത്ത് വെളിപ്പെടുത്തിയിട്ട് പോകുന്ന വരുന്നത്. ഞങ്ങളെല്ലാം ബലിയാടാക്കേണ്ട ആയിരുന്നു. ഞങ്ങൾ ഇപ്പോ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കണം. ഇനി ഞങ്ങൾ കള്ളിയാണെന്ന് അറിയുമ്പോൾ ഈ തട്ടിപ്പിന്, സ്കൂട്ടർ തട്ടിപ്പ് ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാക്കൂ, ഞങ്ങളെ കുടുംബത്തിൽ സ്ഥാനം കാണും. അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം നിരവധി റോഡിൽ കിടക്കുന്ന ആൾക്കാരെ വരെ ആരുമില്ലാതെ ഉപേക്ഷിച്ച് പട്ടി നക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ പഞ്ചായത്ത് മെമ്പർമാർ വിളിച്ച് പറയുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് മലമൂത്ര വിസർജനം ചെയ്ത് ഒരു ഓണ സമയത്ത് റോഡിൽ കിടന്ന ആളിനെ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് നാട്ടുകാരെ വിളിച്ച് കഴുകിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പ്രഥമ ശുശ്രൂഷ ചെയ്ത് അയാളെ സുഖമായി അയാളെ വീട്ടിലെത്തിക്കുകയും അതോടുകൂടി അയാൾ റോഡിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിതനാവുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. മാനസിക രോഗിയായ അതായത് ഒരു പട്ടി, വീട്ടിലെ പട്ടിയും ആ സ്ത്രീയും ഒന്നിച്ചാണ് ആഹാരം കഴിക്കുന്നത്. ആ നിലയിൽ ആരുമില്ലാത്ത സ്ത്രീയെ ഞങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകാറല്ല, അവരെ മക്കളെ കണക്ട് ചെയ്ത് സാമൂഹ്യ നീതി വകുപ്പിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് വീണ്ടും കൊണ്ടുപോയിട്ട് നമ്മളെ ഉത്തരവാദിത്തം കഴിക്കുകയല്ല, വീണ്ടും അവർക്ക് എന്താണ് ശുശ്രൂഷ വേണ്ടത് അത് ഞങ്ങൾ അവിടെ ചെയ്ത് അങ്ങനെ നാരി പുരസ്കാരം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആള് ഈ ഒരു സ്കൂട്ടർ വലിയ വലിയ വൻകിട സ്രാവുകൾ അവിടെ നിന്ന് കാണിക്കുന്ന വേലകൾക്ക് പാത്രമായി തീരേണ്ടതിന് ആണോ ഇത്രയും കാലം ഞാൻ ഇതിന്റെ പിറകെ നടന്നത്? ഞങ്ങൾ സ്ത്രീകൾ കൂടുതലായിട്ടുള്ള 70% സ്ത്രീകളാണ് ഞങ്ങളുടെ ജീവാർണ്യ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുന്നത്. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സായിഗ്രാമിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലാത്ത ഒരു അമ്മച്ചി ഞാൻ ഗവൺമെന്റ് ഓർഡർ എടുത്ത് അമ്മച്ചി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അമ്മച്ചി നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ സാറിൻ്റെ അടുത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല. അതിൽ ഖേദമുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കൂല, അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യും? ഇപ്പോഴാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടുന്നു. അവിടെ വെച്ച് അന്ന് പറഞ്ഞത് അനന്ത് തന്നില്ലെങ്കിൽ ഞാൻ തരും. ആ ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ പോയത്. പല പല പരിപാടികളും പല പല
സാധനങ്ങൾ കൊടുക്കുമ്പോഴും വലിയ വലിയ ഹാളുകളിൽ വെച്ച് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ മുൻകൈ എടുത്തൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വലിയ ഒരു ഇത്രയും കാലം ഞങ്ങൾ സന്തോഷിച്ചത് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു ജീവന് തന്നെ അപകടമായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്താൽ ഇവർക്ക് ആര് പൈസ കൊടുക്കും? ഇതാണ് എൻ്റെ ചോദ്യം. എന്ന് വെച്ചാല് ആദ്യം തന്നവര്, ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല, പക്ഷെ അതല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞങ്ങളെ വിശ്വസിച്ച് വണ്ടി കിട്ടിയവര് ചെന്ന് പറഞ്ഞും ലാപ്ടോപ്പ് കിട്ടിയവര് ചെന്ന് പറഞ്ഞും പല പല ആൾക്കാരെ ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. ആ വിശ്വാസം, ആ കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ നേരിടുന്ന പ്രശ്നം ഓരോരോ ആൾക്കാരെ ഇളക്കി വിടുകയാണ്. ഈ അനന്തു ഇനി ഇറങ്ങത്തില്ല, ഈ പൈസ കിട്ടാൻ പോകുന്നില്ല, നിങ്ങളാണ് ഞങ്ങളെ പൈസ വാങ്ങിച്ചത്, നിങ്ങൾ എനിക്ക് ഇപ്പൊ തരണം. പല പല പേരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് കേസ് കൊടുത്താലേ ഈ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതെ, ഇത്തിരിയല്ല, പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്. ഒരിക്കലും ഇല്ല. അവർക്ക് എന്നെ അറിയാവൂ. എനിക്ക് സെറ്റിൽ ചെയ്യാൻ കാശില്ല. കാരണം അനന്തു കൃഷ്ണൻ പറയുന്ന, അല്ലെങ്കിൽ സായിഗ്രാം ഞങ്ങളെ നേരത്തെ ഏൽപ്പിച്ച, ആദ്യം മുതലേ ഏൽപ്പിച്ച ആ അക്കൗണ്ട്, പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ ഞങ്ങളിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ മാത്രമല്ല ചെയ്തത്. 2% കുറവാണെങ്കിലും അതൊരു കമ്മീഷൻ ബേസ് തന്നെയാണ്. അല്ല, പ്രോജക്റ്റിന്റെ റേറ്റ് സത്യം, ഇതിപ്പോ ഞാനിപ്പോ മീഡിയയിൽ പറയുന്നത് എനിക്ക് ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരിക്കലും പ്രോജക്റ്റിന്റെ റേറ്റിൽ, ഏതൊരു പ്രോജക്റ്റിനായിരുന്നാലും പ്രോജക്റ്റിൽ പറയുന്ന റേറ്റ് മാത്രമേ ആൾക്കാർ വെളിപ്പെടുത്തുള്ളൂ. പിന്നെ ഉള്ളതൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് യാത്രാ ചെലവിനോ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി അതിന്റെ ഉള്ള ചെലവിനോ ഒന്നും ആരും കാശ് കൊടുക്കാറില്ല. ഇൻ കേസ് ബാങ്കുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ സർവീസ് ചാർജോ അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്നതിനോ ഇതൊന്നും ഇവര് ഉത്തരവാദിയല്ലാതെ ഈ പത്രവാർത്തകളിലും മീഡിയകളിലും വരുന്ന 60,000 വെച്ച് നമ്മളെ വാർഗൈൻ ചെയ്യാൻ നിന്നാൽ അത് ബുദ്ധിമുട്ടിലാവും. ഇത് എനിക്ക് പറയാനുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുന്നവർ, എവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കാശുള്ളവർ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിധവമാരെയൊന്നും അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർമാർ, ഏറ്റവും താഴെക്കിടയിലുള്ളവരെയൊന്നും 5 പൈസ പോലും വാങ്ങിക്കാറില്ല. മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇത് മലയം ആണ്, എന്റെ വീട് മലയമാണ്, ലാങ്കാലമുക്കിലാണ് എന്റെ അഡ്രസ്സ്. ഇപ്പം ഞാൻ നാഷണൽ എൻജിഒയുടെ ഓഫീസിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് മാത്രമേ അതിനകത്ത് കൂടാറുള്ളൂ. ഞങ്ങളിപ്പം 10-70 സംഘടന പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ആൾക്കാരെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് 10-42 ലക്ഷം രൂപ വരെ ഉണ്ട്. എന്ന് വെച്ചാല് ഒന്നിന് 56,000 രൂപയും 110 cc-ക്ക് 56,000 രൂപയും മറ്റേതിന് 65,900 രൂപ അടയ്ക്കണമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റെസിപ്റ്റ് മറ്റേ കളറോട് കൂടിയ പ്രിന്റഡ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. 65,900 രൂപ. പ്രോജക്റ്റിൽ വെച്ചേക്കുന്ന എത്ര? 60. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇളകുന്നതാണ്, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ, അല്ല, ഇപ്പം മീഡിയക്കാർ പറയുന്നത് ലോകം വിശ്വസിക്കുന്നത്, മീഡിയക്കാർ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്കും നിങ്ങളുടെ സഹായം വേണം. കാരണം നിങ്ങൾ പറയുന്നു എത്രയോ കോടി പലരും കൊണ്ടുപോയെന്ന്, അവരെ ഒന്ന് പിടിച്ചെങ്കിലും ഞങ്ങൾക്കിത് തരണം. ഞങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന്, ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എനിക്കിപ്പോ സുഖമായിട്ട് പോയി ആത്മഹത്യ ചെയ്യാം, പക്ഷെ എന്റെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇതില്ലേ, കമ്മല് പണയം വെച്ചും മാല പണയം വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. ഓരോരുത്തര് ഭീഷണിപ്പെടുത്തിയാണ് എന്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത്. ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെയെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാര് കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടുനിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ നിസ്സഹായവരാണ്. ഞങ്ങളെ രക്ഷിക്കാനുള്ള നടപടി മീഡിയക്കാരുടെ അടുത്ത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേഷനിലും ചെന്ന് ഒന്നും പറയാൻ പറ്റൂല. അവർക്ക് ഫോൾഡുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ഒത്തിരി എതിർപ്പുണ്ട്. അതൊക്കെ ചെയ്യിക്കാൻ ആൾക്കാരും ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് അനന്തകൃഷ്ണന്റെ സംഘടനയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് പലരെയും കൊണ്ട് കേസ് കൂടുമ്പോൾ
ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അനന്തകൃഷ്ണന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയല്ല. അനന്തകൃഷ്ണന് ഹോണ്ടയുടെ കമ്പനിയോ അല്ലെങ്കിൽ യമഹയുടെ കമ്പനിയോ ലാപ്ടോപ്പിന്റെ കമ്പനിയോ ഒന്നും ഇട്ടിട്ടില്ല. മറ്റുള്ള കമ്പനി അതിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണ് തന്നത്? ഈ തന്ന സമയത്ത് ഇങ്ങനത്തെ വീഴ്ചകളുണ്ടെങ്കിൽ ഇതിൽ മുന്നേ ഉള്ളത് ഞങ്ങൾ അറിയിക്കാത്തത് രഹസ്യമായി അവർക്ക് മാറി നിൽക്കാറ്. അവർക്ക് ബുദ്ധിയുണ്ട്, അവരെ സംരക്ഷിക്കാൻ വലിയ വലിയ ആൾക്കാരുണ്ട്. പാവപ്പെട്ട ഞങ്ങള് ആണ് ഇതിൽ കിടന്ന് ഇപ്പൊ ചക്രശ്വാസം വലിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇവരെ എന്നൊക്കെ കളക്ട് ചെയ്ത് തന്നാലും നമുക്ക് തരത്തൊക്കെ ഉള്ളൂ. ഇതാണ് ജനങ്ങളോടൊപ്പം ഉണ്ട്. എന്തും ഏത് ആവശ്യത്തിനും നമ്മൾ വരും. ചിലപ്പോ അവരെന്നെ കൊല്ലിക്കുമായിരിക്കും, എന്നാലും പ്രശ്നമില്ല. ജനിച്ചവർക്ക് മരിക്കണമല്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ സുരേഷ് കാർഡ് ചാട്ടിനൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിന്റെ ചാട ശൈലി എത്ര ദിവസം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കരയുന്നെന്ന് പറയുമ്പോ ഭീഷണിയാണ്. ഈ പ്രോജക്റ്റ് ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞു. കാരണം ഇതെല്ലാം മാതൃകയായത് ഈ പ്രസ് ക്ലബ്ബ് ഇവിടെ കുറെ മീറ്റിങ്ങും അന്ന് ഒരാൾ എന്നോട് വിളിച്ചു, ഷൈനി ഇതിനൊക്കെ എതിർക്കാത്തത് സ്റ്റേറ്റ് കാർഡിൽ വന്നിറങ്ങുന്നവർക്കാണല്ലോ സാധനങ്ങൾ കൊടുക്കുന്നത്. അത് പാവപ്പെട്ടവരുടെ പ്രോജക്റ്റ് അല്ലേ. ഞങ്ങൾ അതൊന്നും അറിയിച്ചിട്ട് പോലും ഇല്ല. ജില്ലയിലെ ഭാരവാഹിത്വം ഞങ്ങൾ അതിലൊന്നും പങ്കെടുപ്പിക്കാറ് പോലുമില്ല. നിങ്ങളെപ്പോലുള്ള വീഴ്ച പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? അവരുടെ ഉദ്ദേശം വേറെയല്ലേ. ഇത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. പിന്നെ അത് ഗവൺമെന്റ് എംപ്ലോയിമാരുടെ ഭാര്യമാർക്കും അവർക്കും ഇവർക്കും ഇവരൊക്കെ ഞങ്ങളെ വിളിച്ച് ഭീഷണിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രക്ഷയില്ല. പക്ഷെ പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് അതാണ് പറയാനുള്ളത്. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട് കരഞ്ഞെറിഞ്ഞ് തൊണ്ടയെല്ലാം പൊട്ടി. ആഹാരം വേണ്ട, പക്ഷെ പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടി അവരൊരു അക്കൗണ്ടിൽ എന്റെ അടുത്ത് ഇന്നലെ ഒരു കുട്ടി വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ടോ. വേറെ ആൾ പറയണ ചെക്ക് എഴുതി താ. ഞാൻ ബ്ലാങ്ക് ചെക്ക് എങ്ങനെ എഴുതി തരും? ഞാൻ പൈസ ഇല്ല. നിങ്ങൾ അത് സൈൻ ചെയ്യുന്നതോ? നമ്മൾ സൈൻ പലതും ചെയ്യും, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ ഒരു നിസ്സഹായ ഒരവസ്ഥയാണ്. എന്നിട്ടും വേറൊരാൾ ചോദിക്കുന്നത് നിങ്ങൾ മുങ്ങുമോ? ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തു? ഞാൻ മുങ്ങുന്ന എന്തിന്? എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ മുങ്ങുമെന്ന്. എനിക്ക് ഭാര്യ, എന്റെ ഭർത്താവും എന്റെ 2 മക്കളും ഉണ്ട്. അവരെ ഞാൻ പോയാ അവരും കൂടെ കള്ളരാകൂലേ? അതുകൊണ്ട് മുങ്ങണ പരിപാടിയൊന്നുമില്ല. എന്തുണ്ടെങ്കിലും ഇവിടെ നേരിടുക എന്നുള്ളത് മാത്രമേ നേരിട്ടല്ലേ പറ്റുള്ളൂ.